ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും പാലട പ്രഥമനല്ല, ഇതിൽ നമ്മൾ സാഗോ പേള് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഈ ഒരു പാലട പായസം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി ഇതിലോട്ട് ഇൻസ്റ്റൻറ്റ് അട കൂടെ ചേർത്ത് കൊടുക്കാം. അട ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിയിൽ പിടിക്കാതെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ പേള് ആഡ് ചെയ്ത് കൊടുക്കണം. സാഗോ പേൾ അല്ലെങ്കിൽ ചവ്വരി എന്നാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു പേര്. ഇത് നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അതൊന്ന് നമ്മൾ ഒരു 3 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത ശേഷം ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് എടുത്ത് ഒന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി അത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സാഗോ പേള് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു നമ്മുടെ പാലട പായസം. ഈ സാഗോ പേൾ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ബലം പ്രയോഗം വേണ്ട, അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പേളൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേളൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ടാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. പായസം അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഒന്ന് ആ പേളൊക്കെ ആയിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്ക പൊടിച്ചതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും നേരത്തെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതായിരുന്നു. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു ഏലക്ക പൊടിച്ചത് കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഓവറോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടങ്ങ് ഉരുകി വരുമ്പോൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതൊന്ന് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ പാലട പ്രഥമൻ. ഇതൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. തണുത്ത ശേഷം ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കാം. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ.